ഈ ചടങ്ങിന്റെ അധ്യക്ഷനും BSM ട്രസ്റ്റിന്റെ ചെയർമാനുമായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജനാബ് മുഹമ്മദ് സാഹിബ്, വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന പാനൂർ പഞ്ചായത്ത് സുവനീർ ഏറ്റുവാങ്ങുന്ന സർദാർ സ്ഥാപനങ്ങളുടെ ചെയർമാനുമായിട്ടുള്ള തങ്ങൾ, ആരാധനായ സാഹിബ്, വാർഡ് മെമ്പർ ചെയർമാൻ, ഇവിടെ സ്വാഗതം പറഞ്ഞ ഡോക്ടർ മുത്തൂർ മുസ്തഫ, BSM ട്രസ്റ്റിന്റെ മറ്റ് സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, BSM ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ഒരു വർഷം കഴിയുമ്പോൾ വളരെ വിജ്ഞാനപ്രദവും ജീവകാരുണ്യപ്രദവും എല്ലാറ്റിനുമായി പുതിയ തലമുറക്ക് അവർ അർഹിക്കുന്ന വിധത്തിലുള്ള ഒട്ടേറെ വ്യക്തിത്വ വികാസവും വിജ്ഞാനവും പകർന്നു നൽകാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് BSM ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നത്. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നാട്ടിലെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പല നന്മയും തിന്മയും കണ്ടറിഞ്ഞുകൊണ്ട് തിന്മയില്ലാതാക്കാനും നന്മ കൂടുതലാക്കാനും വേണ്ടിയുള്ള ഒരു വലിയൊരു ആശാകേന്ദ്രമായിട്ട് ഇത് മാറുന്നു എന്നതിൽ സന്തോഷമുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബ് പറഞ്ഞത് നമ്മുടെ ക്യാൻസർ സെന്ററിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു കെട്ടിടവും അവിടെ ജീവകാരുണ്യ പ്രവർത്തനവും അവിടെ വരുന്ന രോഗികൾക്കും രോഗികളോടൊപ്പം നിൽക്കുന്നവർക്കുമുള്ള ആശ്രയ കേന്ദ്രമായിട്ട് ഇത്തരം കേന്ദ്രങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ട സ്ഥിതിയിലാണ് എന്നുള്ളത്. ഇതൊക്കെ തന്നെ ഉണ്ടാവാനുള്ള ഇത്തരത്തില് അവിടെ ആശാകേന്ദ്രം കൊണ്ടാണ് രോഗികൾ കൂടുതലാവുന്നു എന്ന് വരുന്നത്. നമ്മളൊക്കെ തന്നെ കുറെ കാര്യങ്ങളിൽ ബോധവാന്മാരല്ലാതാവുന്നത് കൊണ്ടാണ്. അപ്പോൾ ബോധവാന്മാരാവണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംവദിച്ചുകൊണ്ട് നന്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തിന്മ ഇല്ലാതാക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയാലേ പറ്റും. ഇവിടെ വളരെ സമ്പന്നമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ BSM ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നത്. അത്തരം കാര്യങ്ങൾ മറ്റ് പ്രദേശങ്ങൾക്ക് കൂടി മാതൃകയാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് മാറുകയാണ്. നമുക്ക് സംസ്കാരമില്ലായിട്ടല്ല, മറിച്ച് നമ്മുടെ സംസ്കാരം എന്താണ് എന്നതിനെ കുറിച്ച് പുതിയ തലമുറ ഇന്നും അജ്ഞരാണ്. പഴയകാലത്തെ സംസ്കാരം എന്ന് പറയുമ്പോൾ അത് വലിയ സംസ്കാരമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ ആർക്കെന്തെങ്കിലും വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ ഓടിച്ചെന്ന് സ്വീകരിക്കുക, അല്ലെങ്കിൽ അയ്യോ എന്ന് പറയുന്ന ഒരു സ്വഭാവമെങ്കിലും നമ്മുടെ മനുഷ്യത്വപരമായിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ തന്നെ അന്യമായിക്കൊണ്ടിരിക്കുക. സ്വന്തം സഹോദരന് പോലും, സ്വന്തം സഹോദരിക്ക് പോലും, സ്വന്തം പിതാക്ക് പോലും അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അയ്യോ എന്ന് പറയാൻ പോലും മനസ്സില്ലാത്ത ആളുകളായിട്ട് പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ സംശയിക്കുമ്പോൾ, അങ്ങനെയല്ല, അയ്യോ എന്ന് മാത്രമല്ല, സഹായിക്കാനുള്ള മനസ്സിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല പ്രവർത്തനം നടത്താൻ വേണ്ടിയുള്ള സാംസ്കാരിക കേന്ദ്രമാക്കിയിട്ട് മാറ്റണം എന്നതാണ് BSM ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള മുഹമ്മദ് സാഹിബിന്റെ ആഗ്രഹം. ഇത് സഫലീകരിക്കണമെങ്കിൽ നമ്മുടെ ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മുടെ മനസ്സ് നന്നാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ നന്മയുടെ മനസ്സിന്റെ ഉടമകളായിട്ട് മാറാൻ വേണ്ടിയുള്ള വലിയൊരു ആശാകേന്ദ്രമായിട്ട് ഇത് മാറട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ പറഞ്ഞ പോലെ TKT മുഴക്കനാട് അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ തന്നെ പറയും. നമ്മുടെ തങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒക്കെ തന്നെ നല്ല ഒരു വലിയ സദസ്സ്. ആ സദസ്സിൽ നമുക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് കൂടി ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇവിടെ ഈ ഓഡിറ്റോറിയത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് ഇറക്കുന്ന സുവനീറിന്റെ പ്രകാശനവും നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആശംസിക്കുന്നു.